നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ പ്രണയിച്ചാലുണ്ടാകുന്ന ദോഷവശങ്ങളെയും നല്ല വശങ്ങളെയും പറ്റിയുള്ളതാണ്. യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താ എന്ന് നമുക്ക് നോക്കാം. ഓം നമ ശിവായ. കാർഡ് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. ടെൻ കാർഡ് സ്പ്രെഡാണ് നമ്മൾ എടുക്കുന്നത്. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് 2 ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻഡക്കിൾസ്, 2 ഓഫ് കപ്സ്, ദ സൺ കാർഡ്, ദ ഹെർമിറ്റ് കാർഡ്, 3 ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തി ഇവർക്ക് പൊതുവെ കൺഫ്യൂഷൻസ് ഉള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് പ്രണയബന്ധത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള വ്യക്തികളാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ആ കൺഫ്യൂഷൻസ് പല തരത്തിലുള്ളതാണ്. അതായത് ഞാനിപ്പം ഈ റിലേഷൻഷിപ്പിലോട്ട് ആകാൻ പോകുന്ന ആ വ്യക്തി എൻ്റെ ലൈഫിൽ ചേർന്നതാണോ, എനിക്ക് ബെസ്റ്റ് പാർട്ട്ണറാണോ, ഈ വ്യക്തിയെ ഞാൻ പ്രണയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സേഫ് ആൻഡ് സെക്യൂർ ആകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. അതായത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ്. ഇവർ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരാണ്. ഇവർക്ക് ഇത്രയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും സ്നേഹമുള്ളവരുമാണ്. ഇവർ പ്രണയബന്ധത്തിലാണെങ്കിലും ഇവർ എടുത്തു ചാടി ഒന്നും തന്നെ പ്രവർത്തിക്കുകയില്ല. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും എല്ലാം ശാന്തമായിട്ടായിരിക്കും ഇവർ കൈകാര്യം ചെയ്യുന്നത്. വൺസ് ഇവർ പ്രണയബന്ധത്തിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി സ്നേഹമായിരിക്കും നിങ്ങൾക്ക് അവർ തരുന്നത്. ആ പ്രണയബന്ധത്തിൽ വളരെയധികം സന്തോഷിക്കുകയും അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരുപാട് സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. ഇവരുടെ റിലേഷൻഷിപ്പിനെ ഇവർ മാരേജിൽ എത്തിക്കാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങളുമായി പ്രണയബന്ധത്തിലിരിക്കുമ്പോൾ ഇവർ മറ്റൊരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. ഇവരുടെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്ത് ചെയ്യണം, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു പ്രത്യേകിച്ചൊരു തീരുമാനം എടുക്കാൻ ഉള്ള ഒരു കഴിവില്ലാത്ത തരം ഒരു ആൾക്കാരാണ് ഈ ഒരു പുണർദ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലെ പല കാര്യങ്ങൾ ഇവർ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുകയും ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുമായിരിക്കും പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ഇല്ല എന്ന് തന്നെ പറയാം. ഇവർ പെട്ടെന്ന് തന്നെ സങ്കടം വരുന്ന ഒരു ടൈപ്പ് പ്രകൃതക്കാരാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുൻപോട്ട് പോകണോ എന്ന് തന്നെ അവർ ചിന്തിച്ചേക്കാം. അതുകൊണ്ട് ഇവരുമായിട്ടുള്ള പ്രണയബന്ധം അത് വളരെ സോഫ്റ്റായിട്ട് ഡീല് ചെയ്യേണ്ട ഒരു ബന്ധമാണ്. ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും പൊതുവെ ഇവർക്ക്. മെച്യൂരിറ്റി പുറമേ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇമ്മച്യൂർഡ് ആയിട്ടായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാരേജിലോട്ട് എത്തിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെടും എന്നുണ്ടെങ്കിലും വീട്ടുകാരുടെ, അതായത് പേരൻസിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ. ആരൊക്കെ എതിർത്താൽ തന്നെയും നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് ഇവർ പറയും. പക്ഷെ സമയമാകുമ്പോൾ ഇവർ എല്ലാവരുടെയും ഒപ്പീനിയന് ഒരു വാല്യൂ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. വീട്ടുകാരുടെ സമ്മതപ്രകാരം മാത്രമേ ഇവർ നിങ്ങളെ കല്യാണം കഴിക്കുവാൻ തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ 100% കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇവരുടെ ഈ ഒരു സ്വഭാവം നിങ്ങളെ ഒരു വലിയ ഹാർട്ട് ബ്രേക്കിലോട്ട് നയിക്കുവാൻ കാരണമാകും. ഇവരുടെ ചില പ്രത്യേക തരത്തിലുള്ള സ്വഭാവങ്ങൾ, പ്രത്യേകതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ദേഷ്യം, വാശി ഇതൊന്നുമല്ല.
ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മനസ്സിലാവുകയില്ല. എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ തന്നെയും ഇവർക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവം കാരണം നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഒരുപാട് സ്നേഹവും സന്തോഷവും സങ്കടവും അനുഭവിക്കേണ്ടി വരും. ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കാരണം ഗ്രാജുവലി ചേഞ്ച് ആകാൻ സാധ്യമാകുന്നതാണ്. അത് ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ചിരിക്കും. ചിലർ ഇതുപോലുള്ള ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കുവാൻ വേണ്ടി 100% വില്ലിങ് ആയിട്ടുള്ളവരുണ്ട്. ചിലവർ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു ക്യാരക്ടർ തന്നെ ഉറച്ചു നിൽക്കും. ഒരിക്കലും ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ആക്കില്ല എന്നുള്ള ഒരു നിർബന്ധം കാണിക്കും. അതുകൊണ്ട് ഇവരുടെ ഒരു ഇമ്മച്യൂർഡ് ക്യാരക്ടർ ചേഞ്ച് ആകില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. നിങ്ങളെ കൊണ്ട് ഇവരുടെ ഈ ഒരു അവസ്ഥയെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ക്യാരക്ടർ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ചില സ്വഭാവങ്ങളും ഇവരെ ശരിക്കും സങ്കടപ്പെടുത്തുന്നതാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരൊരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു എപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലായിരിക്കും. നിങ്ങൾ ഇവരെ പൂർണ്ണമായിട്ടും 100% നിങ്ങൾക്ക് ഇവരോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ മാറ്റാൻ സാധിക്കുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റീഡിംഗ് കേട്ടുകൊണ്ട് ഒരിക്കലും തീരുമാനം എടുക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതിനെ ആസ്പദമാക്കി മാത്രമായിരിക്കണം നിങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. പ്രണയബന്ധത്തിലൊക്കെ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതിയൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഇടുന്നതുമായിരിക്കും. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് ആരും വിളിക്കാതിരിക്കുക. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. എല്ലാവരുടെയും മെസ്സേജിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ. സീ യു.